ഗോവർദ്ധനം എന്ന് പറഞ്ഞാൽ ഗിരിരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പർവ്വതങ്ങളുടെയും രാജാവാണ് ഗോവർദ്ധനം. അപ്പോൾ നമ്മൾ വൃന്ദാവനത്തിൽ വന്ന് നോക്കുമ്പോഴേ നമുക്ക് ഗോവർദ്ധനത്തിൻ്റെ ഹൈറ്റൊക്കെ വളരെ കുറവായിട്ടേ തോന്നും. ഇത്രയും വലിയ ഹൈറ്റൊന്നും ഇല്ലല്ലോ, പിന്നെ ഇത് എങ്ങനെയാണ് ഇത്രയും ഗോവർദ്ധനത്തിൻ്റെ എല്ലാ പർവ്വതങ്ങളെ രാജാവ് എന്ന് പറയുന്നത്? എന്നാൽ യഥാർത്ഥത്തിൽ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഹിമാലയം ഒന്നുമല്ല, അത്രയ്ക്ക് ഹൈറ്റാണ് ഗോവർദ്ധന പർവ്വതത്തിൻ്റെ. പക്ഷേ ഭഗവാൻ ഇവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നതിന് ആയപ്പോൾ ഓരോ ദിവസവും ഒരു കടുകുമണിയുടെ ആ ഒരു വലിപ്പത്തിൽ ഗോവർദ്ധന പർവ്വതം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക. അത് മണ്ണിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ താഴ്ന്നു പോകും. പക്ഷെ താഴ്ന്നു പോകുന്നതിൻ്റെ അത് മണ്ണിൻ്റെ അടിയിലാവുന്നല്ല, അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക. ഇതേപോലെ യമുനാ നദിയും അപ്രത്യക്ഷമാണ്. എന്നാണോ ഗോവർദ്ധനം ഒട്ടും നമുക്ക് കാണാൻ കഴിയാത്തത്, എപ്പോഴാണോ യമുനാ നദിയുടെ ഒരു തുള്ളി പോലും നമുക്ക് കാണാൻ കഴിയാത്തത്, അന്ന് ഏറ്റവും ഭയാനകമായിട്ടുള്ള കലിയുഗമായിരിക്കും പറയുന്നത്. ഏകദേശം ഇനി ഒരു 10,000 വർഷത്തിന് ശേഷം കലിയുഗം മൊത്തത്തിൽ 4,32,000 വർഷമാണ്. അതിൻ്റെ 5,000 വർഷമാണ് ഇപ്പം കഴിഞ്ഞിരിക്കുന്നത്. ഇനി 4,27,000 വർഷമുണ്ട്. അന്നേരം 10,000 ഇപ്പോൾ ഏകദേശം 10,000 വർഷത്തിൽ 500 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി 9,500 വർഷം വരെ ഒരുവിധം ഭക്തി ഒക്കെ കാണും. നമുക്ക് ഈ ലോകത്ത് ഭക്തിയിലുള്ള കുറച്ച് ആത്മാർത്ഥതയുള്ള ഭക്തരെ കാണാൻ പറ്റും. പക്ഷെ ഒരു 9,500 വർഷങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഡേഞ്ചറസ് ലോകമായിരിക്കും. വളരെ ഡേഞ്ചറസ് ആയി. ഇപ്പോഴേ നമുക്ക് അതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്.